കടയിൽ പോണെങ്കിൽ ഇതുപോലെ കാർ ഫ്രഷ് ഉണ്ടെങ്കിൽ പീച്ച് കണ്ടു പോകണോ നമ്മൾ സെക്യൂരിറ്റി വരുന്ന മുന്നേ എത്തിന്ന് തോന്നുന്നു ഷോപ്പിംഗ് മാളിലേക്ക്. ദേവേരെ കൊണ്ടുവന്ന കാരണം കൊണ്ടേ നമ്മൾ മെൻ സെക്ഷനിലേക്കാണ് കേട്ടോ ഫസ്റ്റ് തന്നെ നോക്കാൻ വന്നത്. ഇതൊക്കെ ഒരു കണ്ണിൽ പൊടിയിടുന്ന ഒരു പണിയാണ് എൻ്റെ. ലാസ്റ്റ് വാങ്ങിക്കൊണ്ടുപോകാൻ ഞാൻ തന്നെയായിരിക്കും ആക്ച്വലി. ദേവയ്ക്ക് ഇങ്ങനെ വെറുതെ ഷർട്ട്സ് പാൻസ് അങ്ങനെയൊക്കെ നോക്കി നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കി പിന്നെ ജസ്റ്റ് ഇങ്ങനെ പതുക്കെ ഒന്ന് ഹാൻഡ് ബാഗ് സെക്ഷനിലേക്ക് ഒന്ന് അങ്ങോട്ടൊന്നും ഇങ്ങനെ വിരലോടിക്കാനുള്ള ഒരു പരിപാടിയിലാണ് ഞാൻ. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ പതുക്കെ പിന്നെ അവിടെ ഞങ്ങളുടെ ഹാൻഡ് ബാഗ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലേഡീസ് സെക്ഷൻ അങ്ങോട്ട് സ്റ്റാർട്ട് ആവുകയാണ്. ഇത് കീ കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ പിന്നെ ദേവയ്ക്ക് ഷൂസാണ് ഏറ്റവും കൂടുതൽ ക്രേസ്. ഷൂസ് എപ്പോൾ വന്നാലും ഇങ്ങനെ ഷൂസ് ഷോപ്പിൽ കയറി അതിൻ്റെ വിലയൊക്കെ പ്രൈസൊക്കെ ചെക്ക് ചെയ്യലാണ് പണി. അപ്പോൾ ഭയങ്കര പ്രൈസായിരുന്നു, ഒന്നും പ്രൊമോഷൻസൊന്നും നമ്മൾ കണ്ടില്ല ഇപ്പോൾ. അതുകൊണ്ട് തന്നെ വെറുതെ ജസ്റ്റ് ഒന്നൊരു നോട്ടൊക്കെ നോക്കി കുറേ ടോപ്സൊക്കെ നോക്കി. പിന്നെ ഞാനൊരു സ്കേർട്ടും ഒരു ടോപ്പും ഇതിൻ്റെ കൂടെ തന്നെ എടുത്തോണ്ട് ഒരു മാച്ചിങ് ആയിട്ട്. അതേമാതിരി നോൺ സ്റ്റിക്ക് പാൻസിനൊക്കെ ഈ ഷോപ്പിൽ എപ്പോഴും നോൺ സ്റ്റിക്ക് പാൻസിന് ഇങ്ങനെ എന്താണെന്നറിയില്ല ക്ലോസിങ് ഡേ സെയിൽ എന്ന് പറഞ്ഞിട്ട് കാണും. പിന്നെ ഇത് ഒരു ഹാൻഡ് സാനിറ്റൈസർ ആയിരുന്നു. പിന്നെ ഞാൻ ദേവയും കൂടെ ഐ പ്ലേ കളിക്കാനായിട്ട് ഞങ്ങൾ ഏറ്റവും ടോപ്പ് ഫ്ലോറിലേക്ക് എത്തി. ഞങ്ങൾ കുറച്ച് നേരം ഐ പ്ലേ ഒക്കെ കളിച്ച് 2 പേരും ടൈം സ്പെൻഡ് ചെയ്തു. ഇപ്പം അവിടുത്തെ ദേവയുടെ കാർ റേസിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പുറത്തേക്ക് വന്നു. ഇപ്പോൾ ഇവിടെ ബാസ്കറ്റ് ബോളിൻ്റെ കളിയാണ്. അപ്പോൾ ഇതിൽ എന്നിലെ ഒരു കുട്ടി ഉണർന്നു. ദേവയുടെ സമപ്രായക്കാരിയായിട്ട് ഞാൻ മാറി. ഈ സമയത്ത് എന്നിലുള്ള കലാവാസനകൾ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് വാസനകളെല്ലാം പുറത്തേക്ക് എടുത്ത നിമിഷങ്ങളായിരുന്നു. ഞാനത് അങ്ങോട്ട് വാരി വിതറി ഞാൻ അങ്ങോട്ട്. പക്ഷെ എനിക്ക് അങ്ങനെ വല്ലാണ്ട് പിന്നെ ആവാനൊന്നും പറ്റിയില്ല. ഇത് 2 3 അങ്ങോട്ട് കിട്ടിയിട്ടുള്ള സാരമല്ല, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എന്നാലും ഓരോ പ്രാവശ്യം ഞാൻ വിജയിക്കുമ്പോഴും ഞാൻ എന്നിലെ ആ ഒരു ആവേശം കണ്ടോ, അതായിരുന്നു. അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയല്ലേ പറയാം. അപ്പോൾ ദേവ ഭയങ്കര കളി ചെയ്യുന്നുണ്ട് ഇതിലൊക്കെ. ദേവ കളിച്ച് വേർത്തും തന്നെ പറയാം. ദേവ കളിക്കളത്തിൽ ഇറങ്ങി കളിക്കണ്ട എന്ന് പറയണ പോലെ തന്നെയാണ് ഇവിടെയും. അത് ഒരു അപ്രോച്ചായിരുന്നു. എൻ്റെ കളി കണ്ടോ ബാക്കിയുള്ള കുട്ടികളും കൂടി ഞങ്ങളുടെ കൂടെ ചേർന്ന് അവിടെ കളിക്കാൻ തുടങ്ങി. ചെറിയ പിള്ളേരെ കൊണ്ടിട്ട് ടക്കും മുട്ടക്കം എന്നാണ് കളി. ഇതായിരുന്നു അടിപൊളി സംഭവം. ഇത് ഞാൻ ദേവ അങ്ങോട്ട് മതിമറന്ന് ഈ സാധനമൊക്കെ എവിടേക്ക് തെറിച്ചൊക്കെ പോയി തോന്നുന്നു. അവിടെ നിന്നൊക്കെയാണ് എടുത്തിട്ട് വന്നത്. ഇത് അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഞാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും കളിച്ച് വന്നപ്പോൾ അതിനോട് എന്തോ ഒരു ഇൻട്രസ്റ്റ് എനിക്ക് ഫീൽ ചെയ്ത് വന്നു കേട്ടോ ഈ സംഭവം. അത് നല്ല കളിയായിരുന്നു. അത് കുറച്ച് നേരം കൂടെ നിന്ന് കളിച്ചു. പിന്നെ ഇത് അതേപോലെ തന്നെ ഇതും സൂപ്പർ കളി തന്നെയായിരുന്നു. ഇതും ഞാൻ ട്രൈ ചെയ്തു. അത്യാവശ്യം ഞാൻ എല്ലാ കളികളും ട്രൈ ചെയ്തിട്ടാണ് ഇരിക്കണത് ഇപ്പോൾ ഇതിൽ. പിന്നെ ഇത് നമ്മൾ ഫുള്ളായിട്ടും കളിക്കാൻ നിന്നിട്ടില്ല കേട്ടോ. അതിൽ ബാലൻസ് ഉണ്ട് എമൗണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ വന്ന് കളിക്കാം. പിന്നെ ഉച്ചയായപ്പോൾ സമയം കുറച്ച് വയറ് വിശപ്പിൻ്റെ വിളിക്കാൻ തുടങ്ങി. വയ്യ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ ഉള്ളിൽ തന്നെ ഫുഡ് കോർട്ടുണ്ട്, അവിടെ പോയില്ല. പുറത്തും ഉണ്ട്. അവിടെ നിന്ന് മെക്സിക്കൻ ഫുഡാണ് ട്രൈ ചെയ്തത്. ഇതിൻ്റെ പേരൊക്കെ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വായ നല്ല കുഴകുഴാന്നാക്കി പറയണം. എനിക്കിപ്പോൾ വയ്യ അത് പറയാനായിട്ട്. കാരണം അമാരി കുഴച്ച് പറയേണ്ടി വരും. ദേവയാകുമ്പോൾ അത് കറക്റ്റായിട്ട് പറഞ്ഞു തരും. പിന്നെ ഞങ്ങളെ പിക്കപ്പ് ചെയ്യാനായിട്ട്
ദേവയുടെ ഡാഡി വന്നു നമ്മളെ പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോവാണ്. മതി നിങ്ങൾ കളിച്ചതെന്ന് പറഞ്ഞു. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ഒരുപാട് കടകളിൽ കയറി ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ പർച്ചേസ് ചെയ്തു, കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വാങ്ങിക്കാൻ ഇൻട്രസ്റ്റ് ആയിരുന്നു. കാണിക്കാൻ ഉള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ പകുതി ആയിട്ടിലേക്കും ദേവയൊക്കെ ടയേർഡായില്ലേ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഇപ്പോൾ. കാരണം ഞങ്ങൾ ഈ സാധനങ്ങളെല്ലാം കളി കഴിഞ്ഞു, പിന്നെ അവിടെ ഫുൾ അർമാദനല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് സാധനങ്ങളെല്ലാം വാങ്ങി പിന്നെ ഓരോ പകുതി കടയിലെത്തിയപ്പോൾ പകുതിയൊക്കെ എടുക്കാൻ കൈയൊക്കെ വയ്യാതെ അമ്മാതിരി കളികൾ കളിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് എത്തി. അങ്ങനെ അതായിരുന്നു അപ്പം ഇന്നത്തെ ദിവസം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു എക്സോസ്റ്റിംഗ് ഡേ കഴിഞ്ഞിരിക്കുകയാണ് ഗായ്സ്. ഇന്നൊരു വലിയ ഷോപ്പിംഗ് ഡേ ആയിരുന്നു, ഭയങ്കര ടയർസം ആയിട്ടുള്ള ഒരു ഡേ. അങ്ങനെ അത് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ ഒരു ഷോപ്പിംഗ് ഡേ മാത്രമാണ് ഇന്ന് കഴിഞ്ഞിരിക്കുന്നത്. അടുത്തതൊക്കെ പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തെന്ന് കാണണമെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ചാനൽ അതേമാതിരി നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചോളൂ കേട്ടോ. പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസാണ്. സോ പ്ലീസ് കമൻറ്റ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.